നിന്നെ പുകഴ്ത്താനുമെന്നും. ലോകത്തിലെല്ലാവരും നമിക്കുന്നു നിന്നെ. നദികൾ പോരാ നിൻ പാദങ്ങൾ കഴുകാൻ. താലാട്ടിൽ മുഴങ്ങുന്നു മധുരമീ നാദം. എഴുതിയിട്ടില്ല വെളിച്ചത്തിൻ വേദം. ശ്വാസത്തിൽ ചേർന്നു രക്തത്തിൻ ബന്ധം. നീയില്ല ഈ സൃഷ്ടിയും ശൂന്യം അല്ലേ. നിന്നാലേ ഈ ജീവനും പ്രാണൻ അല്ലേ. ജനനത്തിൻ നിമിഷം വരമായി നിൽക്കും അമ്മ. സർ, രംഗൻ സാറേ. ആ സർ. കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ മാറ്റിയിട്ട് ബോഡി പെട്ടെന്ന് താഴെ വെക്കുക. ശരി സാർ. ഇന്നലെ രാത്രി ഡ്യൂട്ടിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാനും ഡ്യൂട്ടിയിലായിരുന്നു സാർ ഉണ്ടായിരുന്നത്. SI സാറായിരുന്നു സാറേ എന്നോട് പെട്ടെന്ന് വീട്ടിലോട്ട് പോകാൻ പറഞ്ഞിരുന്നത്. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചതെന്ന് ഇയാൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും സാർ. എന്താ നടന്നെന്ന് വെച്ചാൽ സാറിനടുത്ത് പെട്ടെന്ന് പറയേ. സാറേ, ഞങ്ങൾ വേഷം ഇട്ട് റോഡായിട്ട് പോയി പൈസ സമ്പാദിക്കുന്ന പാവപ്പെട്ടവരാണ് സാറേ. ഇവർ രണ്ടുപേരും വളരെ മോശമാണ് സാർ. എൻ്റെ അടുത്തുള്ള പൈസ ഇവരെടുത്തത് മാത്രമല്ലാണ്ട് എന്റെ മോളുടെ ജീവിതം വെച്ച് കളിക്കാൻ നോക്കിയവര്. സാറേ, അവൻ എവിടുന്ന വന്നെന്ന് അറിഞ്ഞൂടാ സാറേ. ദൈവത്തിനെ പോലെ വന്നാ ഞങ്ങളെ രക്ഷിച്ചത് സാറേ. അവന് ദൈവം എന്നൊന്നും വിളിക്കണ്ട, ആരാന്ന് പറഞ്ഞാൽ മതി. ദൈവം അല്ല സാറേ. ഇന്നലെ രാത്രി അയാളെ കണ്ടപ്പോഴാണ് സാറേ
ദൈവത്തിനേക്കാൾ മുകളിലായിട്ട് തോന്നുന്നില്ല. എന്ത് രാക്ഷസനോ? സാറേ, സാറിനോട് ഒരു കാര്യം ചോദിച്ചാൽ സാറ് തെറ്റിദ്ധരിക്കരുത് സാറേ. സാർ എന്തെങ്കിലും ജീവിതത്തിൽ ദൈവത്തിനെയും രാക്ഷസനെയും ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ സാറേ? ഞാൻ കണ്ടിട്ടുണ്ട് സാർ. അവനെ കാണാൻ അങ്ങനെയായിരുന്നു സാറേ. അവൻ രാക്ഷസനെ പോലായിരുന്നു സാറേ. രാക്ഷസൻ. ഹലോ, വാടാ. ഇത്രയും കാലം നമുക്കെല്ലാവർക്കും തലവേദനയായി മാറിക്കൊണ്ടിരുന്ന ആ സീരിയൽ കില്ലർ പോലീസിന്റെ കസ്റ്റഡിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. 8 മാസം ഗർഭിണിയായ തന്റെ സ്വന്തം ഭാര്യയെ അതിക്രൂരമായി കൊല ചെയ്തിട്ട് ആ ക്രൂരമായ കൊലപാതകം താനാണ് ചെയ്തെന്ന് പറഞ്ഞ് പോലീസിന് മുന്നിൽ കീഴടങ്ങി. ആ സൈക്കോ കില്ലറെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും അവനെന്തിനെ സ്വയം കീഴടങ്ങിയത്? ഇത്രയും വലിയ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഫോറൻസിക് ഓഫീസർ എന്തിനാണ് ഓരോരുത്തരായിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്തിനായിരിക്കും? കൊലക്കേസ് പ്രതിയെ പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതാണ്. കോടതി ആ ക്രൂരനായ കൊലക്കേസ് പ്രതിക്ക് എന്ത് ശിക്ഷയാണ് നൽകാൻ പോകുന്നതെന്നറിയാൻ ജനങ്ങൾ ആകാംക്ഷയിലാണ് ഉള്ളത്. സർ, എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയോ സർ? സർ, നിങ്ങൾ എന്തിനാണ് ഇത്രയും പേരെ കൊന്നത്? സർ, ആൻസർ തരണം സർ. സർ, ഇങ്ങനെ നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഇത്രയും വയലായിട്ട് നിങ്ങൾ എന്തിനാണ് എല്ലാവരെയും കൊല ചെയ്തത്? സർ, പറയാമോ?
നിങ്ങൾ എന്തിനാണ് ഇത്രയും പേരെ കൊന്നത്? സാർ ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പാടില്ല. പറയൂ സാർ. സാർ ഇത്രയും ദാരുണമായ ഒരു കൊലപാതകം എന്തിനാണ് ചെയ്തത്? അത് ഒന്നിനു ശേഷം ഒന്നായിട്ട്. ജനങ്ങളുടെയും ലോയേഴ്സിന്റെ അഭിപ്രായത്തിൽ ഈ കൊലപാതകിക്ക് കഠിനമായ മരണശിക്ഷ ലഭിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കോടതിയുടെ ഡിസിഷന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. പബ്ലിക് പ്രോസിക്യൂട്ടർ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? യെസ് യുവർ ഓണർ. ആക്ച്വലി യെസ് യുവർ ഓണർ, നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ കേസിൻ്റെയും കുറ്റവാളി ഞാൻ തന്നെയാണ്. അവരെല്ലാവരെയും വളരെ ക്രൂരമായി, വളരെ മോശമായി കൊന്നത് ഞാനാ, ഇൻക്ലൂഡിംഗ് മൈ വൈഫ് ആൻഡ് മൈ അൺബോൺ ചൈൽഡ്. ഇതിലെനിക്ക് യാതൊരു ഗിൽട്ടുമില്ല. ബിക്കോസ് ഐ എം എ കോൾഡ് ബ്ലഡഡ് മർഡറർ. ഇതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ എന്നെ പുറത്തേക്ക് വിട്ടാ കുറിച്ചു വെച്ചോളൂ യുവർ ഓണർ, രക്തപ്രളയമുണ്ടാക്കും ഞാൻ ചെയ്ത എല്ലാ കുറ്റങ്ങൾക്കും നിയമപ്രകാരം നിങ്ങൾ എന്ത് ശിക്ഷയാണ് നൽകുകയെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഡോണ്ട് ലെറ്റ് മീ ലിവ്. ബെറ്റർ ഹാങ് മീ. പ്രതി കുറ്റം ചെയ്തത് കോടതിക്ക് മുമ്പിൽ സമ്മതിക്കുകയും മാത്രമല്ല ചെയ്ത കുറ്റകൃത്യങ്ങളിലെല്ലാം യാതൊരു പശ്ചാത്താപവും ഇല്ലാത്തതിനാലും പോലീസിന് ലഭിച്ചിരിക്കുന്ന തെളിവുകളെല്ലാം പ്രതിക്ക് എതിരായതുകൊണ്ടും അതുകൊണ്ട് കോടതി വിധിക്കുകയാണ്. IPC സെക്ഷൻ 302, IPC സെക്ഷൻ 354/5 പ്രകാരം ഈ കോടതി മരണശിക്ഷ വിധിക്കുകയാണ്. ഹി ഷാൾ ബി ഹാങ്ഡ് അൺടിൽ ഡെത്ത്. This court is adjourned. നിങ്ങളാണ് ഈ രാക്ഷസത്തെ വിളിക്കുന്നത്. സാർ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ സാർ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകും സാർ. മിണ്ടാതിരുന്നാൽ എന്താണ് സാർ, അർത്ഥം? please, സാറേ, സാർ. ജഡ്ജിന്റെ മുമ്പിൽ വെച്ച് തന്നെ സാർ, രക്തപ്പുഴ ഒഴുകുന്നൊക്കെ സാർ, പറയുമ്പോ എന്താണ് സാറേ നിങ്ങളെന്താ രാക്ഷസനാണോ? ജനങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കോടതി ഈ കൊലപാതകിക്ക് മരണശിക്ഷ വിധിച്ചിരിക്കുന്നു.
റാസ്കൽ, നിന്നെ കൊന്നുട പന്നി. ഷിറ്റ്. നോക്ക്, നീ നല്ലവനാണോ ചീത്തയാണോ എന്ന് എനിക്കറിയണ്ട. നിയമപ്രകാരം നീ ഇപ്പോൾ ഒരു കുറ്റവാളി തന്നെയാണ്. നീ ഒരുപാട് ആൾക്കാരെ കൊന്നു കഴിഞ്ഞു. നിനക്ക് വധശിക്ഷയും വിധിച്ചു കഴിഞ്ഞു. പിന്നെ നീ എന്തിനാണ് ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നേ? റാസ്കൽ, നിന്റെ ഈ കേസ് എടുത്ത നിമിഷം മുതൽ എന്റെ തല പൊട്ടിച്ചെതറിക്കൊണ്ടിരിക്കുകയാണ്. വധശിക്ഷ വിധിച്ചതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പൊ ജീവിതോണ്ടിരിക്കുന്നത്. ഇല്ലല്ലോ, എന്റെ സ്വഭാവം വെച്ച് ഒരു തെരുവ് പട്ടിയെ പോലെ നടു തെരുവിലിട്ട് നിന്നെ ഞാൻ വെടിവെച്ച് കൊന്നേനെ. അത് നീ മനസ്സിലാക്കിക്കോ. തെരുവ് പട്ടിയല്ലേ? ഓരോ തെരുവിലും ചെന്ന് ബോഡി കത്തിച്ചപ്പോ ഒരു പോലീസ് പട്ടിക്കും ഞാൻ ആ തെരുപട്ടിയെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. എന്ന് ഞാൻ തന്നെ വന്ന് സറണ്ടർ ആയതിനു ശേഷം ഓരോ പോലീസ് പട്ടിയും നാണല്ലാതെ വാലും പൊക്കിക്കൊണ്ട് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക. എടോ, താൻ എന്തിനാ കുറ്റിയിട്ടത്? കഥവ് പൂട്ടാണ്ട് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. സർ. അയ്യോ, കുറച്ചുകൂടെ ഓപ്പൺ. ഓക്കെ, ഇപ്പം കറക്റ്റ് ഉണ്ട്. കറക്റ്റാണ്. ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ കേട്ടോ. എല്ലാം ഓക്കെ അല്ലേ? ആ സർ. ഒന്നല്ല, ചെറിയ ജോഗിങ്. ഹായ്, നിങ്ങൾ പേടിക്കാണ്ടിരിക്കണം മിസ്റ്റർ. ചെയിൻ ഇട്ടിട്ടുണ്ട് സാർ. ഓ, നല്ല ഫിറ്റ് ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പോലീസായി. മനസ്സിലാവുന്നുണ്ട്. ഞാനും അങ്ങനെ തന്നെയാ. അതുകൊണ്ട് ലോയർ ആയിട്ടുള്ള. അതെ സാർ. താങ്ക് യു. എൻ്റെ പൊന്ന് ദൈവമേ, നീ മാത്രമുള്ളൂ എന്നെ രക്ഷിക്കാൻ. രക്ഷിച്ചോണേ ദൈവമേ. ഏതെങ്കിലും ഒരു ദൈവം വന്ന് എങ്ങനെയാലും ഇരുന്ന് രക്ഷിക്കണേ. കൈവിട്ട് പോവല്ലേ ഈശ്വര. ഈശോയെ അള്ള, എല്ലാ ദൈവവും വന്നേക്കണേ. എല്ലാവരും. കേസ് നമ്പർ 316 പിന്നെ 347 വേറെ എന്തൊക്കെയാണെന്നൊന്ന് നോക്കണമല്ലോ. അയ്യോ, ഇവൻ എന്തിനാ എന്നെ തന്നെ നോക്കുന്നത് വെറുതെ? പേടിക്കല്ലേ പേടിക്കല്ലേ പേടിക്കല്ലേ. ധൈര്യമായിട്ടിരിക്കും. നിന്നെ കൊണ്ട് പറ്റുവടാ. ഹലോ സാർ, ഓൾറെഡി ഡെത്ത് സെൻറ്റൻസ് ഡിക്ലെയർ ആയിപ്പോയല്ലോ. ഇനി ഒരു മാസത്തിൽ നിങ്ങളെ തൂക്കി കൊല്ലാൻ പോകുന്നത് ഗ്യാരണ്ടി. ഇങ്ങനത്തെ സമയത്ത് പിന്നെയും വെട്ടാനും കൊല്ലാനും ഒക്കെ പോകുന്നത് സത്യത്തിൽ എന്തിനാ? അല്ല, ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങൾ എൻ്റെ ക്ലൈൻ്റ് ആണല്ലോ. ഒരു കൺസേണിന് വേണ്ടിയാ ചോദിച്ചത്. അയ്യോ, ഐ എം സോറി സാർ. സോറി, നിങ്ങളല്ല. ആരാ നിങ്ങള്? ലോയർ ഗിരിയപ്പ, BA LLB, കുഞ്ഞിക്കൽ താലൂക്ക്. ഗിരിയപ്പ. ഇത് നോക്കിയ ഗിരിയപ്പ സാറേ. പറയൂ സാർ. ഞാൻ വളരെ നല്ലവനാണ്. പക്ഷേ എൻ്റെ ഒപ്പമുള്ളവൻ വളരെ ഡേഞ്ചറാ. മോശപ്പെട്ടവരെ കണ്ട ഞാൻ പോലും വിട്ടുകളയും. പക്ഷെ അവൻ വിടില്ല. ഈ രക്തരുചി അവന് വളരെ ഇഷ്ടമാ. അതുകൊണ്ടാണ് അവൻ വരുന്നത്. മോശപ്പെട്ടവരെ കൊല്ലുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഞാൻ അതിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നീ ഒന്ന് എന്നോട് വായടയ്ക്കാൻ പറയാണോ? അതെ, നീ വായടയ്ക്ക. സാറേ ആരുടെ അടുത്താ സംസാരിക്കുന്നൊന്ന്
പറഞ്ഞായിരുന്നെങ്കിൽ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടുത്തുണ്ടെന്ന്. അവിടെ ഉണ്ടോ? അയ്യോ ദൈവമേ, എൻ്റെ കണ്ണിൽ ആരെയും കാണുന്നില്ലല്ലോ ഈശ്വര. ഇവൻ്റെ അടുത്ത് എന്താ ഞാൻ സംസാരിക്കുക? എൻ്റെ പൊന്നു ദൈവം എന്നെ രക്ഷിക്കണേ. സാറേ, നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ ഞാനൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് റൂം വരെ പോയിട്ട് വരട്ടെ. രാക്ഷസനെ പോലെ ചിരിക്കുന്നത് എന്താ പറ്റിയ? ഞാൻ മൂത്രം ഒഴുക്കി ഇവിടെ തന്നെ. എന്താ എന്റെ പാൻറിന് പേടി വന്നിട്ട്? എന്ത് ജീവിതമായത്? നിങ്ങൾ എന്തിനാ ഈ കേസിന് എന്നെ വിളിച്ചതെന്ന് എനിക്കറിയാൻ മേലാത്ത. എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്ര പേരെ കണ്ടിട്ടുണ്ടെന്ന് അറിയാവോ? ഇവൻ സൈക്കോയാ, പക്കാ സൈക്കോയാ. അവൻ്റെ അടുത്ത് സംസാരിക്കാൻ തന്നെ പേടിയായിട്ടുണ്ട്. പക്കാ സൈക്കോ. അവൻ സൈക്കോ നല്ല ഗിരിയപ്പ. അവൻ അതിക്രൂരനായ കൊലയാളിയാണ്. നമ്മളെല്ലാം മണ്ടന്മാരാക്കാൻ നോക്കുക. ഇവനെയൊക്കെ ചുട്ടുകളയേണ്ടതാണ്. പക്ഷെ കോർട്ട് പെർമിഷൻ തന്നില്ല. അതുകൊണ്ടാ. അതിന് നിങ്ങൾ പോയി അവനോട് സംസാരിക്കുക. എന്ന് ഞാനോ? പിന്നെയോ അവൻ്റെ അടുത്തോ? എന്നെ കൊല്ലാനായിട്ടല്ല ഇങ്ങോട്ട് വരുത്തിയേ. എനിക്ക് വേണ്ട, നിങ്ങളത് വെച്ചോളൂ. ഞാൻ സീറ്റ് വലിക്കുന്ന പോലെ ആലോചിച്ച് മാത്രം നോക്കിക്കോളാവേ. ഞാനിപ്പോൾ അകത്ത് പോയി അവൻ്റെ അടുത്ത് ഭഗവത്ഗീത പഠിക്കണോ? അവൻ്റെ കണ്ണ് പോലും എന്നെ കൊണ്ടൊന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല സാർ. അവനെ പോയി കാണുമ്പോൾ തന്നെ ഗണ്ണെടുത്ത് ഇങ്ങനെ വെച്ച് ഞാൻ തന്നെ ടപ്പേന്ന് 2 വെടി വെച്ച് ചാവാൻ തോന്നുമോ സാർ? അല്ല, ഞാനല്ല, അവനെ സാർ. അവൻ്റെ അടുത്ത് സംസാരിക്കുന്നതിന് പേടിയാണ് എനിക്ക്. പക്ഷെ നിങ്ങളെന്താണെന്ന് വെച്ചാൽ അവൻ്റെ കണ്ണുകളിൽ എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഇയാളെ കൊണ്ട് വാ തുറന്നേ പറഞ്ഞില്ല. ഇനി കണ്ണുകൊണ്ട് എന്ത് കോപ്പ് പറയാനയാള്? അല്ലല്ല, സാറ് പറഞ്ഞ കറക്റ്റ്. ഇയാൾ നിലച്ചിരിക്കുന്ന അവനേക്കാൾ ഇവൻ വലിയ സൈക്കോ ആണെന്ന് തോന്നുന്നല്ലോ ഈശ്വര. 2 സൈക്കോടെ ഇടയ്ക്ക് ഞാൻ കുടുങ്ങിപ്പോയില്ല ഈശ്വര. ഓക്കെ ഓക്കെ. ഇവൻ്റെ അടുത്ത് എങ്ങനെ സംസാരിക്കുന്ന അറിഞ്ഞൂടല്ലോ. അയ്യോ, കാണുന്നു, എന്നെ നോക്കുന്നു. അയ്യോ, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു പിടിയില്ലല്ലോ. അയ്യോ, കണ്ടോണ്ടിരിക്കുള്ളവൻ. അതെങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യട്ടെ? നിങ്ങൾ ഹെൽപ്പ് ചെയ്യൂ. എൻ്റെ മുമ്പിലിരുന്ന് ടൈം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു ബുക്ക് എഴുതാം. കൊലയാളിയുടെ കർമ്മകാണ്ഡ കഥകൾ. കേൾക്കാൻ എങ്ങനെയുണ്ട്? ബുക്കോ? എന്താടോ താൻ തമാശ വല്ലതും പറഞ്ഞോണ്ടിരിക്കുവാണോ? ഞാൻ തമാശ പറയുന്നുവെന്നോ? ആരോടും കരുണ കാണിക്കാതെ അവരെ വെട്ടിക്കൊന്ന ബ്രൂട്ടൽ ക്രിമിനലാണ് ഞാൻ. ഇനിയും 1 മാസം കൂടിയുള്ളൂ എന്നെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. വേദനകൾ നിറഞ്ഞ ഒരുപാട് കഥകളുണ്ട് എൻ്റെ അടുത്ത്. എന്നിലൂടെ ആ കഥകൾ നശിച്ചു പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. യു ആർ മൈ ലോയർ. ഞാൻ മരിക്കുന്നതിന് മുൻപ് എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് അറിഞ്ഞ് അത് പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്വം നിന്റേതാണ്. എന്ത്, ഞാനോ? അത് വിട്ടേച്ച് എൻ്റെ മുന്നിലിരുന്ന് അനാവശ്യമായി തമാശ പറയുന്നത് നീയോ അല്ലെങ്കിൽ ഞാനോ? ഞാനോ? ഒരു മിനിറ്റ്. BP ഷുഗർ ഒരുമിച്ച് വന്ന പോലെ ഉണ്ടല്ലോ ഈശ്വര. വെള്ളം കുടിക്കുക. ഒന്ന് തുറക്കും പിശാശേ. ഈശ്വര. സാറേ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം സാറേ? എൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട്. ആത്മാവുണ്ടെന്നോ? അതിൻ്റെ അടുത്ത് അത്ഭുതമായ കഥകളുണ്ട്. എന്റെ ബിഗ് സ്റ്റോറി ഓഫ് സീരിയൽ കില്ലർ അതെഴുതാം. അയ്യോ ഈശ്വര, എനിക്കൊരു നല്ല റൈറ്ററിനെ വേണം. റൈറ്റർ വേണമെന്നോ? എന്തിന്? അത് നിങ്ങളുടെ കഥയല്ലേ, നിങ്ങൾക്ക് തന്നെ എഴുതിക്കൂടെ എന്നാ? എനിക്ക് വിവരം വന്നപ്പോൾ തൊട്ട് എൻ്റെ കയ്യിൽ രക്തം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈശ്വര,
അവന്റെ കൈ അവൻ തന്നെ മണത്ത് നോക്കുവാണല്ലോ. ഇപ്പോഴും ആവാസിന്റെ കൈയോട്ട് പോയിട്ടില്ല. നോക്കുന്നു. വേണ്ട വേണ്ട സാർ, നിങ്ങൾ തന്നെ മണത്താ മതി. ഈ രക്തക്കറിയുള്ള ഈ കൈകൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കുക ഗിരിയപ്പ. ഞാനോ? എനിക്കൊരു റൈറ്ററിനെ വേണം. ആ, എനിക്ക് മനസ്സിലായി സാർ. എനിക്ക് കുറച്ച് പണിയുണ്ട് സാറേ. വീട്ടിൽ പോയതിനു ശേഷം എൻ്റെ പിള്ളേരുടെ ഹോംവർക്ക് ഞാനാണ് എഴുതേണ്ടത്. ഇപ്പം നിങ്ങൾ പറയും സാറേ, ഞാൻ എഴുതാം, നോ പ്രോബ്ലം. സാറേ, എനിക്ക് കണക്കെഴുതുന്നവൻ വേണ്ട, പിന്നെ കഥ എഴുതുന്നവനാ വേണ്ടത്. മനസ്സിലായി സാർ. നോ പ്രോബ്ലം. ഇപ്പം ഞാൻ ഇറങ്ങുവാണ്. ഞാൻ പോയിട്ട് ഒരു നല്ല റൈറ്ററിനെ വിളിച്ചോണ്ട് വരാം സാർ. ഓക്കെ അല്ലേ സാറേ? താങ്ക് യു സാർ. വെള്ളം ബോട്ടിൽ എടുക്കുവാണ് സാറേ. അതെ ഗിരിയപ്പ. അയ്യോ ഈശ്വര, വിളിക്കുന്നുണ്ടല്ലോ. അതെ സാർ. കഥ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. ഒരു ആളുണ്ടായിരുന്നു. ആരാ സാർ? അവരുടെ പേര് അനുപമ. അതെന്തായിരുന്നു? അനുപമ രഞ്ജൻ. അതെ, അനുപമ രഞ്ജൻ. ഓക്കെ. അവരെഴുതിയ ബുക്ക് ഞാൻ പഠിച്ചു. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ അവരെ എന്തുകൊണ്ട് വിളിച്ചൂടാ? ഐ തിങ്ക് എൻ്റെ കഥ എഴുതാൻ അവരാണ് റൈറ്റ് പേഴ്സൺ. സാർ. എന്താ ACP സാർ? അനുപമ രഞ്ജൻ അവരെ കൊണ്ടുവരില്ലേ? താങ്ക് യു. അയ്യോ, എന്ത് പറ്റി? അറിയോ? ഓക്കെ, എനിക്കൊന്നുമില്ല. വെള്ളം വേണോ? നോ. ഓക്കെ ഓക്കെ അല്ലേ? പറയൂ സാർ. അത് വേറെ ഒന്നുമില്ല സാറേ, അവർ പേടിച്ചോയി. നിങ്ങൾ പേടിക്കണ്ട. മാഡം, സാറ് വരുന്നു. ഗുഡ് മോർണിംഗ് സർ. Don't worry. Everything is safe. No need to panic. സർ, ഐ ആം എ റൈറ്റർ. ഐ വർക്ക് ഫോർ ദ മീഡിയ. സാഹചര്യം എന്ത് വേണമെങ്കിലും ആകട്ടെ, വി പീപ്പിൾ ലവ് ടു വർക്ക്. ആൻഡ് ദിസ് വൺ എസ്പെഷ്യലി ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ഇറ്റ് ആസ് എ പേഴ്സണൽ ചലഞ്ച്. That's good. But be careful. He is too smart. അവൻ അത്ര സ്മാർട്ട് അല്ല സാർ. അവൻ വെറുതെ എന്തോ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന, ചാവുന്നതിന് മുമ്പ് കുറച്ച് ഫേമസ് ആവാന്ന് കരുതി ചെയ്യുന്നതാ ഇതൊക്കെ. അത് തന്നെ, വേറെ ഒന്നുമല്ല സാറേ. ഇതുപോലത്തെ നിറയെ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് സാറേ. അനുപമ സർ, ലോയർ ഗിരിയപ്പൻ നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാനോ? ഞാൻ ചെയ്യണമെന്നോ? സാറേ, അവനൊരു സൈക്കോയാ. അവൻ വിരൽ ഉപയോഗിച്ച് തന്നെ എന്നെ കൊന്നുകളയും. വിരലൊടിക്കുമെന്നോ? സാറേ, വെറുതെ പറഞ്ഞല്ലേ. നിനക്ക് അവനോട് നല്ല ദേഷ്യമല്ലേ? അപ്പൊ നീ തന്നെ പോയാൽ മതി. സാറേ, അപ്പോഴുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴല്ല സാറേ. ഓ, എങ്കിലകത്ത് വയ്ക്കോ, അവൻ നിന്നെ ദേഷ്യം പിടിപ്പിച്ചോളും. ഓക്കെ സാർ, നിങ്ങൾ വരൂ. എന്തിനാ ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? അനുപമ രഞ്ജൻ അല്ലേ?
പേര് കേട്ടപ്പോൾ നല്ല പ്രായമുണ്ടാവുമെന്ന് വിചാരിച്ചു, അതേപോലെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കുമെന്നും വിചാരിച്ചു. പക്ഷെ നീയാണെങ്കിൽ കൊച്ച്. നോക്കിയാ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അവരുടെ കല്യാണവും കഴിഞ്ഞതാണ്. ഇതിൽ ചിരിക്കാൻ ഒരു കാര്യമില്ലല്ലോ. അല്ല, താൻ ചിരിച്ചോ, ഒരു കുഴപ്പമില്ല. ഇത് അവനിപ്പോ ചിരിക്കട്ടെ ഗിരിയപ്പ. ഇനി എത്ര നാൾ അവനെങ്ങനെ ചിരിക്കാൻ പറ്റും? ചാവുന്നതിന് മുൻപ് അവൻ നന്നായിട്ട് ചിരിക്കട്ടെ. അത് ശരിയാണല്ലോ, ഞാൻ മറന്നുപോയി. മരണത്തിൻ്റെ വളരെ അടുത്താണെന്ന് പറഞ്ഞതിന് നന്ദിയുണ്ട്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചാവുന്നതിന് മുൻപ് അവരവരുടെ കർമ്മങ്ങൾ അനുഭവിച്ചതിനെ തീരണം. ബിക്കോസ് കർമ്മ ഈസ്, അതെ, കർമ്മ ഈസ് അതന്നെ. കർമ്മ ഈസേ അതാരോടും പക്ഷഭേദം കാണിക്കില്ല. ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ ഗിരിയപ്പ? എനിക്കെന്തറിയാം. ഒരു ദയാദാക്ഷിണ്യമില്ലാതെ 36 പേരെ കൊല ചെയ്ത ആ നൊട്ടോറിയസ് ക്രിമിനൽ തന്നെ കർമ്മയെ കുറിച്ച് എന്നോട് സംസാരിക്കുന്നു. ഫണ്ണി. വാ, എന്ത് ഭംഗിയായ സംസാരിക്കുന്നേ. അതേപോലെ നന്നായി എഴുതുമെന്നും അറിയാം. ഞാൻ നിങ്ങളുടെ റൈറ്റിങ്ങിൻ്റെ ഫാൻ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ചാവുന്നതിന് മുൻപ് നിങ്ങളുടെ അടുത്ത് നിന്ന് അല്പം പഠിച്ചാൽ കൊള്ളായിരുന്നു. ഓ, ഒരു കൊലപാതകി സ്റ്റുഡന്റ് ആകാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞു തരൂ. പറഞ്ഞു കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലല്ലോ. ഒരു സത്യം പറയട്ടെ, ഞാൻ നിങ്ങളെ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. വളരെ അടുത്ത്, പക്ഷെ എവിടെയാണെന്ന് ഓർക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അതുപോലെ ഓർമ്മ വന്ന അനുപമ മാഡം? അയ്യോ, ഇവൻ എന്തോ ഒരു പ്ലാൻ ചെയ്യുവാണല്ലോ. അവൻ നിന്നോടൊരു റിക്വസ്റ്റാണ് ചെയ്യുന്നത്. നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത്. ഗിരിയപ്പ സാർ. യെസ് സാർ, മനസ്സിലായി. നിങ്ങൾ പറയാൻ അനുപമ മാഡം, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വേറെ വേറെ ഞാൻ നിങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റൂ. എന്നെക്കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻ അറിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ഈ ലോയറിന് എന്തുകൊണ്ട് ആ പോലീസിന് പോലും എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. യു ആർ റിയലി ഒരുപാട് നന്ദി. പക്ഷെ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല അനുപമ മാഡം. ഗിരിയപ്പ സാർ, നിങ്ങൾ തന്നെ പറയൂ, ഞാനിതുവരെ എന്തുമാത്രം കൊലപാതകങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് അറിയോ? എനിക്കറിഞ്ഞവരെ 36. തെറ്റാണ് ഗിരിയപ്പ സാർ. ഞാൻ ചെയ്തത് 36 കൊലപാതകങ്ങളല്ല, 42 കൊലപാതകങ്ങളാണ്. അതെന്താണെന്നറിയോ? ഞാൻ ചെയ്ത കൊലപാതകങ്ങൾക്കെല്ലാം മറ്റൊരാൾ ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല. ഞാൻ ചെയ്ത കൊലപാതകങ്ങൾക്ക് ക്രെഡിറ്റ് എനിക്കെന്നെ കിട്ടണം. കണക്ക് മിസ്സാവരുത്. എന്താ ACP സാർ, ശരിയല്ലേ? ഗ്രേറ്റ്. നിന്റെ ക്രെഡിറ്റ് ആൻഡ് അക്കൗണ്ട് മൊത്തം പെർഫെക്റ്റാ. ഇത്രയും സത്യസന്ധനായ ഒരു കൊലപാതകയെ ഞാൻ എന്തായാലും അഭിനന്ദിക്കുന്നു. പക്ഷേ എനിക്കൊരു ഡൗട്ടുണ്ട്. ആ കുഞ്ഞ് ഈ ലോകം പോലും കണ്ടിട്ടില്ല. വേറെ 8 മാസം അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരാത്ത കുഞ്ഞ്, അമ്മയുടെ ഗർഭപാത്രത്തിൽ കളിച്ചു കിടന്നിരുന്നൊരു കുഞ്ഞ്. ആ കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ നിന്നെ ആ കുഞ്ഞ് അച്ഛാന്ന് വിളിച്ചിരുന്നേനെ. പക്ഷെ ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് ഇങ്ങനൊരു കൊലപാതകം ചെയ്തതിൽ നിനക്ക് അത്രയ്ക്ക് അഭിമാനം തോന്നുന്നുണ്ടോ?
പറയൂ. ആ കുഞ്ഞും കൂടി നീ നടത്തിയ 42 കൊലപാതകങ്ങൾ പെടുമോ, അല്ലെങ്കിൽ അത് വേറെ കണക്കിൽ പെടുമോ? അയ്യോ, കരച്ചിലോ? അങ്ങനെയൊന്നുമില്ല. ഈ രാക്ഷസന് മനസാക്ഷി പോലുമില്ല. പിന്നെ എവിടെ കണ്ണീര് വരുന്നേ? കണ്ണീൻ തന്നെയാ. ഇതാ വരുന്നില്ലേ? സാറിന് അറിയില്ലേ, ജനിപ്പിച്ച് വളർത്തിയ സ്വന്തം അമ്മയെ ക്രൂരമായി കൊലപാതകം ചെയ്ത ഈ ദ്രോഹിക്ക് ഒരു നവജാത ശിശുവിന്റെ മേലെ എങ്ങനെ കരുണ തോന്നാനാ? തെറ്റായി പറയരുത് മാഡം. അമ്മയെക്കുറിച്ച് പറയരുത്. അല്ല, ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, നിന്റെ റെക്കോർഡ്സിലുള്ളതാണ്. കൂടാതെ നിന്റെ അച്ഛൻ കൂടെ ഉള്ളപ്പോ തന്നെ നിന്റെ അമ്മയ്ക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു. അത് നിനക്ക് സഹിക്കാൻ കഴിയാതെ ദേഷ്യം കൊണ്ട് ഉറങ്ങിക്കിടന്ന നിന്റെ അമ്മയെയും ആ വ്യക്തിയെയും നീ കൊന്നു കളഞ്ഞു. ഇത് സത്യമല്ലേ? ആ സമയത്ത് നിനക്ക് വെറും 10 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐ എം റൈറ്റ്? ശരിയാണ്. അന്ന് എനിക്ക് 10 വയസ്സുള്ളൂ എന്നതാണ് സത്യം. അവർ രണ്ടുപേരെയും കൊന്നതും സത്യം തന്നെയാണ്. അവർ രണ്ടുപേരും തമ്മിൽ ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നതും സത്യം തന്നെയാണ്. പക്ഷേ അത് എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞില്ലേ, അത് മാത്രം നുണയാണ്. അത് 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 എന്താണെന്ന് വെച്ചാ അതന്നെ അതന്നെ അവിടെ എന്താ ഉള്ളത്? അതന്നെ എന്നുവച്ചാ അതന്നെ അവൻ പറഞ്ഞില്ലേ, രാക്ഷസൻ രാക്ഷസൻ. ശിവ സാർ, അവൻ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാ. പക്ഷേ എൻ്റെ അമ്മ മാലാകയാണ്. തൊട്ടിലിൽ കൈ നീട്ടി താലോലം പാടി നിന്നു, കണ്ണീർ മറച്ചു നിന്നു തായേ നീയല്ലേ. പാലൂട്ടി വളർന്ന കുഞ്ഞും പുഞ്ചിരിച്ച കൃഷ്ണനായി വളരുന്നതും കഥകളാ. അമ്മയ്ക്കു മേലെ മേലാരാ എവിടെയാണോ, അമൃതമാണ് ഈ ജീവിതം അവളു കാരണം. അമ്മയാണ് എന്നെൻ്റെ ദേവാലയവും, കാർമേഘവും തിളങ്ങുന്നു വെള്ളിരേഖയിൽ. അവസാന നിമിഷം ശുഭമായി വീണ്ടും അമ്മ.
ശിക്ഷിക്കുന്ന ആളല്ലേ അതമ്മേ? രാക്ഷസനെന്ന് പറഞ്ഞാല് ദൈവമാണ് മോനെ. ദൈവം ഈ രൂപത്തിൽ ഇറങ്ങി വന്ന് ആരാണോ തെറ്റ് ചെയ്യുന്നത് അവരെ അപ്പോൾ തന്നെ ശിക്ഷിക്കുന്നതാണ്. അമ്മ ആ വാക്ക് കേൾക്കും ഏതോ ഒരു മാജിക്. കോടി മുക്കോടി ദേവന്മാരിൽ പോയി അമ്മയെപ്പോലെ ആരുമില്ല. അവരാണ് എൻ്റെ ലോകം, അവരാണ് എൻ്റെ ഭഗവത്ഗീത. അവര് മരിച്ചുപോയ പോലും അവരുടെ സ്നേഹവും വാത്സല്യവും ഈ ലോകം ഉള്ളതുവരെയുണ്ടാകും. ഗുഡ്. നിനക്ക് നിന്റെ അമ്മയോട് ഒരുപാട് സ്നേഹമായിരുന്നല്ലേ? പക്ഷേ നീ അമ്മയുടെ പേരിൽ ഈ കുറ്റങ്ങളെല്ലാം ചെയ്തു. യു നോ വാട്ട്? യു ആർ എ സൈക്കോ. നീ ഒരു വലിയ സൈക്കോപാത്താണ്. ഞാൻ ദൈവത്തെ പോലെയാണ് മാഡം. എന്ത് ദൈവത്തിനെ പോലെയോ? നീ തന്നെ നിന്നെ കുറിച്ച് ലജ്ജിക്കണം. നീ നിന്റെ അമ്മയുടെ പേരും പറഞ്ഞ് വെറും 7 വയസ്സ് പ്രായമുള്ള മകന്റെ മുമ്പിൽ വെച്ച് അവന്റെ സ്വന്തം അമ്മയെ കൊന്നളഞ്ഞില്ലേ? നീയൊരു മനുഷ്യനെയല്ല, നീ ഒരു രാക്ഷസനാണ്. അല്ല, അതിലും വലിയ ക്രൂരനോ? വരലക്ഷ്മി, ലോയർ വരലക്ഷ്മി. ഒരു സ്ത്രീയെ പോലെ അല്ലെങ്കിൽ എൻ്റെ അമ്മയെ പോലെ അവൾ ജീവിച്ചിരുന്നെങ്കിൽ അവളുടെ ജീവിതം ശരിക്കും നന്നായനെ. പക്ഷേ ലോയറായി അവളൊരു വലിയ തെറ്റ് പേർക്ക് മാനക്കേട് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരുപാട് പേര് മരിച്ചിരിക്കുന്നു. ഇവള് കാരണം മരിച്ചവരൊക്കെ നാണം കുടുങ്ങി മരിച്ചവരാണ്, അല്ലാതെ ജീവിക്കാൻ വഴിയില്ലാണ്ടേയല്ല. അവരുടെ കണ്ണുകളിൽ ഞാൻ കണ്ടത് വരലക്ഷ്മിയോടുള്ള ദേഷ്യം മാത്രമായിരുന്നു. ഒരു അഹങ്കാരിയായിരുന്ന ആ വരലക്ഷ്മി അവൾ ആരോടും കരുണ കാണിക്കില്ല.
ആരെക്കുറിച്ചും വിഷമിക്കുമില്ല. അതുകൊണ്ട് അവളെ കൊന്നതിൽ എനിക്കും യാതൊരു വിഷമവും ഇല്ല. ഓഫ് കോഴ്സ് ഞാൻ അവളെ കൊല്ലുമ്പോൾ എനിക്ക് യാതൊരു പശ്ചാത്താപവുമില്ല. പക്ഷേ ആ കൊച്ചു ചെറുക്കൻ്റെ കണ്ണുകളിൽ ഹെൽപ്ലെസ് കണ്ണീര്, എൻ്റെ ഉള്ളിൽ എന്തോ പോലെ. അത് പേടിയാണോ അല്ലെങ്കിൽ കരുണയാണെന്ന് പോലും എനിക്കറിയില്ല. ഗണ്ണ് കയ്യിൽ വെച്ചുകൊണ്ട് എൻ്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി. എൻ്റെ ഹൃദയമിടിപ്പ് എനിക്ക് ശബ്ദമായി കേട്ടു. എൻ്റെ ഹൃദയം അവളെ കൊല്ലണ്ട എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഉള്ളിലെ ആ രാക്ഷസൻ തെറ്റാണ്. ഇറ്റ്സ് റൈറ്റ്. നോ, യെസ്, വേണ്ട, കൊല്ല്. എനിക്കിത് ചെയ്യാൻ പറ്റില്ല. ചെയ്തേ പറ്റൂ. നീ തെറ്റുന്നു. അവള് ചെയ്തതാണ് തെറ്റ് എന്ന് വെച്ചാ ഷൂട്ടർ എന്നെ കൊണ്ട് കഴിയില്ല. നീ ചെയ്തേ പറ്റൂ. അവള് ചാവണം. ഇല്ല, ചെയ്യ്. ഐ കാൺട്ട് കിൽ ഹർ. യു മസ്റ്റ് കിൽ ഹർ. കൊല്ലവളെ. ഐ കാൺട്ട്. തെറ്റ്. നോ, യെസ്, അവള് ചാവേണ്ടവളാണ്. നോ, നോ, കൊല്ല്. ഐ കാൺട്ട്. കൊല്ല്. നോ, ഷൂ. ഇല്ല, കൊല്ല്. ഷൂ. നോ, നോ, ഷൂ. പക്ഷേ ഇതുകൊണ്ട് അന്ന് അവിടെ ഒരു നല്ല കാര്യം നടന്നു. അത് എന്താണെന്ന് നിനക്ക് അറിയോ? വരലക്ഷ്മി എന്ന ക്രിമിനലെ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ കൊന്നു. 2 bullets in a single hole. Bang, bang. അന്ന് ആ കൊച്ചിൻ്റെ കണ്ണിൽ ഇതേപോലെ തന്നെ കണ്ണീരോടൊപ്പം ചേർത്ത് ഭയവും കണ്ടത്. നിന്റെ
ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ അവളുടെ ജീവൻ എടുത്തത്. എനിക്കത് തെറ്റായി തോന്നിയില്ല. ഞാൻ നിന്നോട് സോറി പോലും ചോദിക്കില്ല. ഒരുപക്ഷെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് തോന്നിയ I am all yours. നിന്റെ കയ്യിൽ ശക്തിയുണ്ടായി, നിന്റെ കണ്ണിൽ ധൈര്യം വന്നതിന് ശേഷം ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവൻ നിന്റേതാണ്. ഹലോ, ഒന്നുമില്ല. നല്ല ആത്മാഭിമാനമുള്ള പെണ്ണ. അച്ഛനില്ല, അമ്മ മാത്രമാണ്. അവരും എപ്പോഴാണ് മരിക്കാന്നറിയില്ല. പക്ഷെ ഇപ്പോഴും മരിച്ചിട്ടില്ല. അവൾക്ക് ആകെയുള്ള ഒറ്റൊരു സ്വപ്നം വലിയ റിപ്പോർട്ടറായി വലിയ ന്യൂസ് ചാനലിൽ ജോലി ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ അവൾ ജോലി ചെയ്തതോ ലോക്കൽ TV റിപ്പോർട്ടറായിട്ടായിരുന്നു. ആദ്യം എൻ്റെ അപ്പാർട്ട്മെൻറ്റ് തന്നെയായിരുന്നു. ഞാൻ ഹോളി ഉത്സവം വരുമ്പോഴാണ് അവളെ കണ്ടത്. പക്ഷേ അന്ന് ആ ദിവസം അവളെ കണ്ട സമയം മുതൽ ഓരോ ദിവസവും ഓരോ നിമിഷവും അവൾ എൻ്റെ കൺമുമ്പ് തന്നെയായിരുന്നു. നെഞ്ചിനുള്ളിൽ പാടി വന്നു പഞ്ചമത്തിൻ പൈങ്കിളി. കുഞ്ചി കുഞ്ചി കൂടി നിന്നു പഞ്ചവർണ്ണ പൂങ്കൊടി. മനസ്സിനുള്ളിൽ താളമിട്ടതോ തെന്നലിൻ പൂവിതളോ, മദനലതിയായി മാറിയോ പുഞ്ചിരിയിൽ നിൻമുഖമോ. മിന്നൽ പോലെ നെഞ്ചിൽ തട്ടും ഉള്ളിൽ ഇടിയായി മാറും നീ. പുഞ്ചിരിക്കും പോലെ മഴയായി മാറും എന്നും നീ. ക്ഷണങ്ങളിൽ അലിഞ്ഞു പോയോ ഞാനും. നെഞ്ചിനുള്ളിൽ പാടി വന്നു പഞ്ചമത്തിൻ പൈങ്കിളി. നെഞ്ചിനുള്ളിൽ പാടി വന്നു പഞ്ചമത്തിൻ പൈങ്കിളി.
കൊഞ്ചി കൊഞ്ചി കൂടെ നിന്നു പഞ്ചവർണ്ണ പൂങ്കൊടി. പിണങ്ങുന്ന പുഴയായി ഇണങ്ങുന്ന മഴയായി ഒരു കുടക്കീഴിൽ ഒതുങ്ങുവാൻ വരുമോ? നിനക്കായി ഞാനും കാക്കും എന്നും നീ വരുമാ നാൾ വരെ. ദേവതയായി എന്നുയിരായി താങ്ങുമെൻ കൈക്കുമ്പിളിൽ. നെഞ്ചിനുള്ളിൽ പാടി വന്നു പഞ്ചമത്തിൻ പൈങ്കിളി. നെഞ്ചിനുള്ളിൽ പാടി വന്നു പഞ്ചമത്തിൻ പൈങ്കിളി. കൊഞ്ചി കൊഞ്ചി കൂടി നിന്നു പഞ്ചവർണ്ണ പൂങ്കുടി. അലിയുന്ന ശിലയായി ഉദയത്തിൻ മുഖമായി എന്നുയിർ കരളായി ആവണിക്കുളിരായി മറന്നിട്ട മനസ്സിൽ മായുന്നതാരായി ഉണരുന്നു എന്നുള്ളിലായി. അഞ്ചിതൾ പൂവിൽ തമ്പുരുമീട്ടി ഇന്നെൻ നെഞ്ചാകെ നീ. നെഞ്ചിനുള്ളിൽ പാടി വന്നു പഞ്ചമത്തിൻ പൈങ്കിളി. നെഞ്ചിനുള്ളിൽ പാടി വന്നു പഞ്ചമത്തിൻ പൈങ്കിളി. കൊഞ്ചി കൊഞ്ചി കൂടി നിന്നു പഞ്ചവർണ്ണ പൂങ്കൊടി. മനസ്സിനുള്ളിൽ താളമിട്ടതോ തെന്നലിൻ പൂവിതളോ മദനലതിയായി മാറിയോ പുഞ്ചിരിയിൽ നിൻമുഖമോ. മിന്നൽ പോലെ നെഞ്ചിൽ തട്ടും ഉള്ളിൽ ഇടിയായി മാറും നീ. പുഞ്ചിരിക്കും പോലെ മഴയായി മാറും എന്നും നീ. ക്ഷണങ്ങളിൽ അലിഞ്ഞു പോയോ ഞാനും. അമൃത, സുന്ദരിയായ ഒരു പെൺകുട്ടി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിന്റെ ജീവിതം കളർഫുള്ളായി മാറിയിട്ടും പക്ഷേ നിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന രാക്ഷസൻ മരിച്ചില്ല അല്ലേ? ഒന്നല്ല രണ്ടല്ല 4 പേര്. 4 പേരെ നീ വളരെ ക്രൂരമായിട്ട് കൊന്നില്ലേ? നിനക്ക് എങ്ങനെ ഇതിനൊക്കെ മനസ്സ് വന്നു? 4 പേര്. നാലു പേര് കൂടെയുണ്ടെന്ന് പറഞ്ഞ് ധൈര്യമായിട്ടിരിക്കുന്ന ഒരു അച്ഛൻ 20 കൊല്ലം കഷ്ടപ്പെട്ട് വളർത്തിയ ആ പെൺകുട്ടിയെ അവരെ വിശ്വസിച്ച് അയച്ച 4 പേരുടെ കൂടെ ചേർന്ന് പഠിച്ച ഈ ലോകത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവുമെന്ന് ഒന്നിനെക്കുറിച്ചും ആലോചിക്കാതെ ആ പെൺകുട്ടിയുടെ അമ്മ വിശ്വാസത്തോടെ അവരുടെ കൂടെ പറഞ്ഞയച്ചു. അതേ 4 പേര് അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയും വിശ്വാസം തകർത്ത് കളഞ്ഞ് കുടിച്ച മദ്യത്തിൻ്റെ ലഹരിയിൽ ആ പെണ്ണിനെ അപമാനിച്ച ആ 4 പേരുടെ ഇടയിൽ ആ പെണ്ണ് പെട്ട കഷ്ടം. ആ 4 പേര് ആ അച്ഛൻ്റെയും അമ്മയുടെയും വിശ്വാസം കത്തിച്ചു.
അഹങ്കാരവും കാശുള്ളതിൻ്റെ പവറും. അന്ന് രാത്രി അവിടെ കത്തിച്ചാമ്പലായത് ആ പെൺകുട്ടി മാത്രമല്ല, അവളുടെ അമ്മേൻ്റെയും അച്ഛൻ്റെയും വിശ്വാസം ചേർത്താണ്. പക്ഷേ ആ 4 പേര് മാത്രം വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. പക്ഷേ അന്ന് രാത്രി ഞാനെന്തെങ്കിലും തെറ്റായി പറഞ്ഞോ? ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്തോ? അവരെ കത്തിച്ചിരിക്കാൻ പാടില്ലായിരുന്നോ? ഇല്ല, നിങ്ങൾ ചെയ്തതാണ് കറക്റ്റ്. ആ ദ്രോഹികളെ കത്തിച്ചു കൊന്നതിനാണ് ഏറ്റവും കറക്റ്റായ പ്രവൃത്തി. തന്റെ സ്ഥാനത്ത് ഞാനായാലും അത് തന്നെ ചെയ്യത്തുള്ളായിരുന്നു. അതെ മാഡം, ഇങ്ങനത്തെ ആൾക്കാരൊന്നും വെറുതെ വിടാൻ പാടില്ല, കത്തിച്ച കളയേണ്ടത്. അവനായതുകൊണ്ട് കത്തിച്ചു. ഗിരിയപ്പ, ഇവിടെയുള്ള പോലീസ് റെക്കോർഡ്സിൽ ഈ വിവരങ്ങളൊന്നും തന്നെ ഇല്ല. ഈ 4 പേരും ആരാണെന്ന് പോലും എനിക്കറിയില്ല. അതൊന്നും പോലീസ് റെക്കോർഡ്സിലും ഇല്ല. റെക്കോർഡ്സിലില്ലെന്നോ? ആ 4 പേരോ? ഈ 4 പേരല്ലേ? ഐ ആം സോ സോറി. അത് കുറച്ച് പേഴ്സണലാണ്. അതാരോടും പറയരുത്. ഈ കാര്യം അവരറിയണ്ട. കാരണം ഇതെൻ്റെ പേഴ്സണലാണ്. ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ആ 4 പേര് അനാഥാശ്രമം നടത്തുന്നവരാണോ? ഇല്ലല്ലോ. അനാഥാശ്രമം നടത്തുന്നതിൻ്റെ പേരും പറഞ്ഞ് വലിയൊരു മാഫിയ നടത്തുകയാണ്. അവരവിടെ ചെറിയ ചെറിയ കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുവന്ന് അവരെയൊക്കെ ഭിക്ഷ അടിപ്പിക്കുകയാണ്. കുറേ കുട്ടികളുടെ ഓർഗൻസൊക്കെ പണക്കാരുടെ കയ്യിൽ കാശിന് വേണ്ടി വിൽക്കുകയാണ്. എനിക്കത് പിടിച്ചില്ല.
അതുകൊണ്ട് ആ? അതുകൊണ്ട് അവരെ അതുകൊണ്ടെന്ന് വെച്ചാ കർമ്മയ്ക്ക് പാരപക്ഷമില്ല മാഡം. എന്തുമാത്രം ചെറിയ കുട്ടികളാ ഷാപ്പാടിലാണ്ട് മരിച്ചു പോയിരിക്കുന്നത്. ഷാപ്പാടെന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു. എനിക്ക് നല്ല വിശപ്പുണ്ട്. നിങ്ങളുടെ അക്കൗണ്ടിൽ ഒറ്റൊരു ബിരിയാണി പറയുമോ പ്ലീസ്? ഒരു ബിരിയാണി മതി പ്ലീസ്. നിങ്ങൾക്കും വേണമെങ്കിൽ വാങ്ങിച്ച് കഴിച്ചോളൂ, സാറില്ല. ഐ ഡോണ്ട് മൈൻഡ്. സാർ ഭയങ്കര കൺഫ്യൂഷനാണ്. ഇവൻ നല്ലവനാണോ അതോ വൃത്തികെട്ടവനാണോ എന്ന് ഒന്നും മനസ്സിലാവുന്നില്ല സാർ. അവനൊരു നല്ല മനുഷ്യനെ പോലെ അഭിനയിക്കുകയാണ്. ബാഡ് ക്രിമിനൽ എന്ന് വെച്ചാൽ ഞാൻ അവനോട് ചോദിച്ചു, നീ നിന്റെ അമ്മയെ കൊന്നത് ശരിയല്ലേ എന്ന്. മരിച്ചു പോയത് പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നോ അവൻ്റെ അമ്മ ദേവതയാണെന്നോ പറയുന്നേ. നിന്റെ ഭാര്യയും കുഞ്ഞിനെ കൊന്നുകളഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവൻ കരയുന്നു. 36 പേരെ കൊന്നുകളഞ്ഞോന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുക 42 പേരെന്ന്. ഫയലിലുള്ള 4 പേരെ കുറിച്ച് ചോദിച്ചപ്പോൾ വേറെ 4 പേരാണെന്ന് അവൻ പറഞ്ഞ മറുപടി. അവരാരാണെന്ന് ചോദിച്ചപ്പോൾ അത് പേഴ്സണൽ ആണെന്ന്. എനിക്കറിയില്ല ഇനിയും എത്ര പേര് അവൻ്റെ പേഴ്സണൽ ലിസ്റ്റിലുണ്ടെന്നുള്ള കാര്യം. ഒന്നും മനസ്സിലാവുന്നില്ല. അവൻ്റെ കഴുത്തിന് ചുറ്റും നിറയെ തലയോട്ടികളുണ്ട്. അവനൊരു രാക്ഷസനാണ് സർ. അതൊക്കെ ശരി. എങ്ങനെയുണ്ടായിരുന്നു ബിരിയാണി? വളരെ നന്നായിരുന്നു. ഒരു ബിരിയാണി കൂടെ വേണോ? വിശപ്പ് മതിയായിരുന്നോ? വേണ്ട വേണ്ട, വളരെ നന്ദിയുണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒരു സിഗരറ്റ് കിട്ടുമോ? ഷാപ്പാട് കഴിച്ച ഉടനെ സിഗരറ്റ് വലിക്കുന്ന ശീലമുണ്ട് എനിക്ക്. ഇത് എൻ്റെ ബ്രാൻഡാ. ഭക്ഷണം കഴിച്ചതിന് ശേഷം സിഗരറ്റ് വലിച്ചാൽ നല്ല സൂപ്പറായിരിക്കും. എന്നാ എടുത്തോ. ഈ പവന് തൃപ്തിയായെന്നാ തോന്നുന്നേ. അന്ന് ഇതേപോലെയായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് സിഗരറ്റ് വലിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അമൃത എനിക്ക് കോൾ ചെയ്തു. ഹലോ,
അമ്മ പോയതിന് ശേഷം എൻ്റെ ജീവിതത്തിന് ഒരർത്ഥം ഇല്ലാതായി. നിനക്കൊരു കാര്യം അറിയോ? ഞാൻ നിൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. യു കംപ്ലീറ്റ് മീ. ജീവിതം വളരെ മനോഹരമായിരിക്കണം. ഒരു ചെറിയ തെറ്റെയ്ത ജീവിതകാലം മുഴുവനും വിഷമിക്കേണ്ടി വരും. ഞാൻ ആരാ എന്താന്ന് പോലും നിനക്ക് അറിയില്ലായിരുന്നു. നീ ചിലപ്പോൾ രാക്ഷസനായിരിക്കും, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ അമ്മയെ പോലെ തന്നെ എന്നെ കെയർ ചെയ്യുമെന്ന്. നീ എന്നെ അങ്ങനെ കെയർ ചെയ്യില്ലേ? ഇന്നുമെന്നും നീയാണെന്നും എന്റെ ജീവൻ നിന്നിൽ എന്നും എന്നുമെന്നും നീയാണെന്നും എന്റെ ജീവൻ നിന്നിൽ എന്നും ഏതു ജന്മ പുണ്യമായി നിന്നെ ഞാനും കാണണം. നിന്റെ ഈ സ്നേഹനദിയിൽ അലകളായി മാറിടാം. മഞ്ഞു തുള്ളി പോലെ ഹൃദയം അലിയും നിന്നിൽ എന്നും ഇന്നുമെന്നും നീയാണെന്നും. മധുരമായി മാറി നിൻ ജീവൻ എന്നിലെ സ്വപ്നമായോ, കനവുകൾ തന്ന ഗന്ധർവൻ നീയായി മാറിയോ. സ്നേഹത്തിൻ കടലിൻ്റെ ജീവാംശമായി നീ എന്നും പ്രാണന്റെ നിശ്വാസമായി. ഇന്നെന്നും എൻ ജന്മം നിന്നിൽ കലരുകയായി. മനമെന്നും മനമോടെ നിന്നിൽ അലിയുകയായി. ഇന്നുമെന്നും നീയാണെന്നും. നിന്നിലെ ജീവൻ എന്നുള്ളിൽ തുണയായി മാറും എന്നും താളോട് രാഗതാളങ്ങൾ നീയായി പാടുമോ. തോളോട് തോളായി ഞാൻ ചേർന്നിടാം. പൂക്കളാൽ പൊന്നൂഞ്ഞാൽ ഞാൻ തീർത്തിടാം. കൈതാളോടുൻ പൊൻവിളക്കിൻ തിരി തെളിയുകയായി. ഈ ജന്മം സ്വർഗലിപിയായി കതിരണിയുകയായി. ഇന്നും എന്നും നീ എന്നെന്നും. ഇന്നും എന്നും നീ എന്നെന്നും എന്റെ ജന്മ പുണ്യമായി നിന്നെ ഞാനും കാണണം. അമ്മയപ്പോൾ നിന്റെ പ്രേമ സാക്ഷിയായി നിൽക്കുന്നു. മഞ്ഞുതുള്ളി പോലെ ഹൃദയം അലിയും നിന്നിൽ എന്നും. അമൃത, ജേർണലിസം അവൾ പഠിച്ചിട്ടും അവളുടെ മണ്ടത്തരമാണോ അതോ നിഷ്കളങ്കതയാണോ? നിന്നെ പോലൊരു ക്രിമിനലിനെ അവൾ വിശ്വസിച്ചു.
നോ നീ അവളെ വിശ്വസിപ്പിച്ചു. ബ്രില്യൻ തന്നെ. പക്ഷെ നിനക്കൊരു കാര്യം അറിയോ? നിന്നെപ്പോലെ ഒരുത്തനെ സ്നേഹിച്ചത് വളരെ വലിയ തെറ്റാണ്. എന്നിട്ടും അവൾ നിന്നെ ഇഷ്ടപ്പെട്ടു, വിശ്വസിച്ചു, കല്യാണവും കഴിച്ചു. നിന്റെ കുഞ്ഞിനെ അവൾ വയറ്റിൽ ചുമക്കുകയും ചെയ്തു. അവളെ കുറിച്ച് ഓർക്കുമ്പോ സങ്കടം തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ളൊരു പെണ്ണിനെ നീ വളരെ ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞു. അവൾ മരിക്കുന്നതിന് മുൻപ് പോലും നീ ഇത്ര വലിയ രാക്ഷസനാണെന്നുള്ള കാര്യം അവൾ അറിഞ്ഞിട്ടില്ല. നീ അവളുടെ വിശ്വാസം നേടിയെടുത്ത് അവളെ കഴുത്തർത്തില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നീ എന്ത് നേടി? രാക്ഷസൻ എന്നുള്ള പേര് മാത്രം. രാക്ഷസൻ? അമൃത എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുന്നേ വരെ ഞാനൊരു രാക്ഷസനെ പോലെയായിരുന്നു. ഏത് നിമിഷത്തിൽ അവൾ എൻ്റെ ജീവിതത്തിൻ്റെ അകത്തേക്ക് വന്നെന്ന് പോലും എനിക്ക് അറിയില്ല മാഡം. ഈ രാക്ഷസനെ പോലും ഒരു നല്ല മനുഷ്യനായി മാറ്റിയവൾ. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. മനുഷ്യത്വത്തെക്കുറിച്ച് പറയാനുള്ള അർഹത നിനക്കില്ല, മനസ്സിലായോ? നിനക്കതുണ്ടായിരുന്നെങ്കിൽ നീ ശരിക്കും ആരാണെന്നുള്ള കാര്യം ആ പെൺകുട്ടിയുടെ അടുത്ത് നീ തുറന്നു പറഞ്ഞിരുന്നേനെ. ഈ ലോകത്ത് എന്നെ വിശ്വസിച്ച ഒറ്റൊരു ജീവനാണ് മാഡം അവൾ. അങ്ങനെയുള്ള അവളെ ഞാൻ എങ്ങനെയാ മാഡം വഞ്ചിക്കുക? ഞാൻ അവളുടെ മനസ്സിലുണ്ട് എന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ എൻ്റെ ഉള്ളിൽ പുതിയതായി എൻ്റെ ജീവിതകാലം മുഴുവനും ഓരോ നിമിഷവും ഞാൻ ആരാണെന്ന് അവളോട് പറയാൻ പോരാടുകയായിരുന്നു മാഡം ഞാൻ. പക്ഷേ ഞാൻ എല്ലാവരെയും കൊല്ലുകയായിരുന്നു. പക്ഷേ അവളുടെ കണ്ണിലേക്ക് നോക്കി ഞാനാണ് കൊലയാളി എന്ന് പറയാൻ തോന്നിയില്ല മാഡം. അവൾ എന്നെ വിട്ടേച്ച് പോവോ എന്നുള്ള പേടി കാരണമായിരുന്നു. അതുമാത്രമല്ല, അവളുടെ ഇന്നസെൻസ് എൻ്റെ വായടച്ചു കളഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സ് മാത്രം സമ്മതിച്ചില്ല. എത്രയോ ദിവസം രാത്രികളിൽ അവളുടെ കാലിൽ വീണ് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പ്രാവശ്യം അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ആ വാക്കുകൾ അവൾക്ക് കേട്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു മാഡം. ആ സമയം രണ്ടായിരുന്നു, ഞങ്ങൾ മൂന്നായി മാറി. എൻ്റെ കുഞ്ഞ് എന്നെ അച്ഛനൊന്ന് വിളിക്കുന്നതിന് മുന്നേ അമൃതയുടെ അടുത്ത് ഞാൻ ആരാണെന്ന് പറയാൻ വേണ്ടി ധൈര്യം കയ്യിൽ പിടിച്ച് അവളുടെ മുന്നിൽ പോയി നിന്നു. എങ്ങനെയെങ്കിലും പറഞ്ഞേക്കാമെന്ന ധൈര്യത്തോടെയാണ് ഞാൻ പോയത്. അവളും ഞാൻ എന്തോ പറയാൻ വരുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു. എൻ്റെ അമ്മ എപ്പോഴും ഒരു വാക്ക് പറയും, തെറ്റ് ചെയ്യരുത്, തെറ്റ് ചെയ്ത രാക്ഷസൻ വരുമെന്നും ശിക്ഷിക്കുമെന്നും പറയുമായിരുന്നു. അന്ന് അമൃതയാവട്ടെ അല്ലെങ്കിൽ ഞാനാവട്ടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അന്ന് ആ സമയത്ത് മരണരൂപത്തിൽ ഞങ്ങളുടെ അടുത്തേക്ക് ഒരു രാക്ഷസൻ കയറി വന്നു.
എന്നുവെച്ചാ അമൃതയെ നീ ഒരിക്കൽ കൂടി എനിക്ക് വേണ്ടി ജനിച്ച അമ്മയാണ് മാഡം അവൾ. എന്നെ നോക്കാൻ വേണ്ടി കുറേ കൊലപാതകങ്ങൾ ചെയ്ത് ആ ദ്രോഹിയുടെ രക്തം കുടിക്കാൻ എൻ്റെ അകത്തുണ്ടായിരുന്ന ആ മൃഗം പുറത്തു വന്ന് അവരെ കൊന്ന് കത്തിച്ചു കളഞ്ഞു. പക്ഷേ അമൃത, അവൾക്കൊന്നും അറിയില്ല മാഡം. ഒരു ഉറുമ്പിനെ പോലും അവളുടെ കൈ കൊണ്ട് കൊന്നിട്ടില്ല. അങ്ങനത്തെ എൻ്റെ അമൃതയെ അല്പം പോലും കരുണ കാണിക്കാതെ അവളുടെ കഴുത്ത് അറുത്ത് കളഞ്ഞു. ഞങ്ങൾ രണ്ടുപേരുടെ സ്വപ്നം അവളുടെ വയറ്റിലുണ്ടായിരുന്നു. അന്ന് ആ ദിവസം അമൃത എൻ്റെ കൺമുമ്പിൽ അവളുടെ ജീവൻ പോയി മാഡം. I was totally helpless. കാരണം ആ ദിവസം അവൻ എൻ്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. അതാരാ? രഞ്ജൻ. What did you just say? നിങ്ങൾക്ക് കേട്ടത് കറക്റ്റാണ്. മിസ്റ്റർ രഞ്ജൻ, നിങ്ങളുടെ ഭർത്താവ്. What are you talking about? Bloody idiot! Do you know who he works for? Hey, he works for Central Minister. He works for the central government. Hey, അവൻ നിന്നെ പോലെ ക്രിമിനൽ അല്ല. You bloody idiot! How dare you? എന്റെ ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞ ഞാൻ നിന്നെ കൊന്നുകളയും. മാഡം വരൂ. മാഡം പ്ലീസ്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. വിടൂ മാഡം. ഇവനെ വെറുതെ വിടാൻ പാടില്ല. വിടൂ. എന്റെ ഒപ്പം വാ. നിന്നെ ഞാൻ വിടില്ല. വരൂ മാഡം. അവന് സൈക്കോ. എന്നെ വിട്. വരൂ മാഡം. വിട് സാർ. വിട്ടേക്കോ. അവന് പൊട്ടനവൻ. വരൂ മാഡം. How dare you? അവനൊരു സൈക്കോ. Nice girl. Actually, brilliant girl. എത്ര ബ്രില്യൻ്റ് ആയാലും ശരി, സെൻട്രൽ മിനിസ്റ്ററിന്റെ പേഴ്സണൽ ലൈഫ് ഹാക്ക് ചെയ്തിരിക്കുന്ന. ഇതെങ്ങനെയുണ്ട്? അടിപൊളിയാണ് സർ. കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ഇപ്പം ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? എല്ലാവർക്കും ഷെയർ ചെയ്യേ. നിനക്കെന്താ വട്ടാണോ? ഇത് വെച്ച് നീ എന്ത് ചെയ്യാൻ പോവാ? എന്നാൽ ഇതോ?
ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്നെ പറ്റിയുള്ള എല്ലാ എവിഡൻസും അവിടെ കയ്യിൽ തന്നെയുണ്ട്. അതെല്ലാം എടുക്കണം. അതിനുശേഷം അവളെ ദൈവത്തിന്റെ അടുത്തോട്ട് അയച്ചേക്കാം. 1000 കോടിയുടെ സ്കാം 2 ഇഞ്ച് പെൻഡ്രൈവിൽ അവളെ എടുത്തോണ്ട് പോയേ. ഒരു ദിവസം ലേറ്റായി പോയിരുന്നാലും മിനിസ്റ്റർ സൂസൈഡ് ഇത് ചത്തുപോയനെ. അതുകൊണ്ട് നിങ്ങൾ ഗവൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്യാന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്നാണ് മനസ്സിലായത് മനുഷ്യനെ ഭക്ഷിക്കുന്ന പട്ടികൾക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്തെന്ന്. ഇത്ര നാളും ഞാൻ കരുതിയത് അമൃതയുടെ ഹസ്ബൻഡാണ് അവളെ കൊന്നതെന്നാണ്. നിന്നെ വെച്ച് താരതമ്യം ചെയ്യുമ്പോ അവൻ എത്രയോ ബെറ്റർ ആണ്. നീ ചെയ്തതുപോലെ അവൻ ആരെയും ചതിച്ചിട്ടില്ല. യു ആർ ദി റിയൽ ചീറ്റർ. യു ആർ എ ഡെവിൾ. വലിയ ആൾക്കാരൊക്കെ ചെറിയ തെറ്റ് ചെയ്യുന്നത് വളരെ സർവ്വസാധാരണമാണ്. ചില സമയത്ത് അതിനുവേണ്ടി ചില ജീവനൊക്കെ പോകുന്നത് സാധാരണം തന്നെയാ. അമൃത ചെയ്തത് ഏറ്റവും വലിയ തെറ്റാ. അവൻ ചാത്തിരിക്കുന്ന ഞാൻ വിചാരിച്ച് നന്നായി അവനെ തൂക്കിക്കൊല്ലാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ തന്നെ വൃത്തികെട്ടവനെ കൊന്നു കളഞ്ഞേനെ. ഫൈനലി നിന്റെ ഭർത്താവ് നിന്നോട് ഒരു കാര്യം പറയാൻ പോവുക കേട്ടോ. അമൃത തെറ്റ് ചെയ്തു പോയി. നീയോ ആ തെറ്റ് ചെയ്തേക്കരുത് കേട്ടോ. And yes, one more thing. എന്റെ കൺമുമ്പിൽ വെച്ച് ഇനിയൊരുത്തിനെ കുറിച്ച് പൊക്കി വെച്ച് സംസാരിക്കരുത്. ഒരു ഭർത്താവിനും അത് ഇഷ്ടപ്പെടില്ല. വെൽക്കം ബാക്ക് അനുപമ രഞ്ജൻ, ദ ഗ്രേറ്റ് ക്രൈം റിപ്പോർട്ടർ. ക്രൈം റിപ്പോർട്ടറായ ഞാൻ ഈ നഗരത്തിൽ എവിടെയെല്ലാം കുറ്റങ്ങൾ നടക്കുന്നെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്റെ വീട്ടിൽ തന്നെ വലിയ കുറ്റങ്ങൾ നടക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ക്രിമിനൽ എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത്ര വലിയ സത്യം നീയാണ് എനിക്ക് മനസ്സിലാക്കി തന്നത്. അതിന് ഞാൻ നിന്നോട് നന്ദി പറയുന്നു. എനിക്കിപ്പോ എന്നെ കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നുണ്ട്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? നീ 42 പേരെ കൊല ചെയ്തില്ലേ? 43-ാമതായിട്ട് നിനക്ക് ഒരാളെയും കൂടി കൊന്നളയാൻ മരുന്നില്ലേ? രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയപ്പോ ശ്രീരാമൻ ലങ്ക മുഴുവൻ ദഹിപ്പിച്ചു. ഇവിടെ രാവണൻ സീതയെ രാമന്റെ കൺമുമ്പിൽ വെച്ച് കൊന്നു കളഞ്ഞിരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് രാമനൊന്നും ചെയ്യാതിരുന്നത്? നാട്ടിലുള്ളവർക്കെല്ലാം നീ നീതി വാങ്ങിച്ചു കൊടുത്തല്ലോ. ഇക്കാര്യത്തിൽ നീ എന്തുകൊണ്ട് മൗനം പാലിച്ചു? രാമൻ, രാവണൻ, രാമായണം ഇതൊന്നും എനിക്ക് അറിയില്ല മാഡം. പക്ഷേ ഈ അമ്മയുടെ രൂപത്തിൽ രാവണൻ്റെ ഭാര്യ മണ്ഡോദരി ഈ ജന്മത്തിൽ രാമൻ്റെ അനിയത്തിയായി ജനിച്ചിരിക്കുന്നു. ഒരു ചേട്ടനായി എന്നേക്കും അനിയത്തിയെ രക്ഷിക്കുമെന്ന് ആ അമ്മയ്ക്ക് ഈ രാമൻ വാക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ ചെയ്ത എല്ലാ കൊലപാതകത്തിലും അമ്മ എൻ്റെ കൂടെ തന്നെയുണ്ട്. അവരുടെ മുഖത്ത് എപ്പോഴും സന്തോഷത്തോടെയുള്ള ഒരു പുഞ്ചിരി ഉണ്ടാകും. പക്ഷേ അന്ന് അവരുടെ മുഖത്തിൽ ചിരിക്ക് പകരം അന്ന് ഭയമാണ് കണ്ടത്. അവരുടെ കണ്ണിൽ കണ്ണുനീര് കണ്ടപ്പോൾ ഞാൻ അവർക്ക് നൽകിയ വാക്ക് എനിക്ക് ഓർമ്മ വന്നു.
നമ്മുടെ അമ്മ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഞാൻ നിന്നെ വിശ്വസിക്കാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ അമ്മയ്ക്ക് നൽകിയ വാക്കിന് വേണ്ടി മാത്രമാണ് ഇതൊക്കെ നിന്നോട് പറഞ്ഞത്. ഏയ്, ഈ കൈ കൊണ്ടാണ് ഞാൻ ഈ കൈ കൊണ്ട് നിന്നെ എത്ര തവണ എടുത്ത് വളർത്തിയിട്ടുണ്ടാകും. ഭക്ഷണം കഴിച്ചാണ് ഞാൻ വളർന്നത്. ദത്തെടുത്തെന്ന് നീ പറയല്ലേ? എനിക്ക് കേട്ടിട്ട് സങ്കടം വരുന്നു. ഞാൻ ജനിച്ചപ്പോ തന്നെ എനിക്ക് എന്റെ അമ്മയെ നഷ്ടപ്പെട്ടു. എന്റെ അച്ഛൻ എങ്ങനെ മരിച്ചെന്ന് എനിക്കറിയില്ല. ഞാനൊരു അനാഥയായിട്ട് വളർന്നെന്നുള്ള കാര്യം എനിക്കറിയൂ. ഇത്ര നാൾ ഇല്ലാതിരുന്ന ഈ ചേട്ടൻ ഇന്നെങ്ങനെ ഉണ്ടായത്? എന്ത്? നിന്റെ ജീവിതത്തിൽ ഞാൻ ഇല്ലെന്നോ? ഹേയ്, ഒരു തവണ നിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്ക്. എല്ലാ സ്ഥലത്തും ഞാൻ മാത്രമേ ഉണ്ടാവൂ. എന്റെ ജന്മദിനം ആഘോഷിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്ന ഞാനും സന്തോഷിച്ചേനെ.
സാറേ, എല്ലാം ഓക്കെ അല്ലേ? മരിക്കുന്നതിന് മുമ്പ് താൻ ദൈവമായി. ഗിരിയപ്പൻ സാറേ, ചാവാൻ പോകുന്നത് ഞാൻ മാത്രമാണ്. പക്ഷേ രാക്ഷസൻ ACP സാർ, എൻ്റെ അമ്മ വിളിക്കണ്ട, ഞാൻ പോട്ടെ. രാക്ഷസൻ എന്ന് വെച്ചാ ദൈവമാണ് മോനെ. ശരി, രാക്ഷസൻ എന്ന് പറഞ്ഞാ ദൈവമാണ്. യുഗങ്ങൾ പോരാ നിന്നെ പുകഴ്ത്താനുമെന്നും, ലോകത്തിലെല്ലാവരും നമിക്കുന്നു നിന്നെ. നദികൾ പോരാ നിൻ പാദങ്ങൾ കഴുകാൻ, താലാട്ടിൽ മുഴങ്ങുന്നു മധുരമീ നാദം. എഴുതിയിട്ടില്ല വെളിച്ചത്തിൻ വേദം, ശ്വാസത്തിൽ ചേർന്നു രക്തത്തിൻ ബന്ധം. നീയില്ല ഈ സൃഷ്ടിയും ശൂന്യം അല്ലേ, നിന്നാലേ ഈ ജീവൻ
പൂക്കും തൊട്ടിലിൽ കൈ നീട്ടി താലോലം പാടി നിന്നു കണ്ണീർ മറച്ചു നിന്നു തായേ നീയല്ലേ പാലൂട്ടി വളർന്ന കുഞ്ഞും പുഞ്ചിരിച്ച കൃഷ്ണനായി വളരുന്നതും കഥകളാ അമ്മയ്ക്കു മേലെ മേലാരാ എവിടെയാണോ അമൃതമാണ് ഈ ജീവിതം അവളു കാരണം അമ്മയാണ് എന്നെൻ്റെ ദേവാലയവും കാർമേഘവും തിളങ്ങുന്നു വെള്ളിരേഖയിൽ അവസാന നിമിഷം ശുഭമായി വീണ്ടും യുഗങ്ങൾ പോരാ നിന്നെ പുകഴ്ത്താൻ